നാമത്തില് സ്നേഹവന്ദനം അറിയിച്ചോളുന്നു. ഒരുമിച്ച് നമുക്ക് യോഹന്നാന്റെ ലേഖനത്തിൽ നിന്ന് തന്നെ പഠിക്കുവാൻ കർത്താവ് ഇടവരുത്തുന്നല്ലോ. നമ്മള് ഹാലിയ സ്വതന്ത്രം ഞാൻ എന്നും പറയുന്ന പോലെ AD 90 എഫെസോസിൽ വെച്ച് അപ്പോസ്തലനായ യോഹന്നാൻ ഇത് എഴുതി എന്ന് നമുക്ക് അറിയാം. എല്ലായിടത്തുമുള്ള ക്രിസ്ത്യാനികൾക്ക് വേണ്ടി എഴുതിയ ഒരു ലേഖനമാണ് എന്ന് നമുക്കറിയാം. എന്തിനാ എഴുതിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രിസ്തീയ സുവിശേഷത്തിന്റെ ഇല്ലെങ്കിൽ അടിസ്ഥാന തത്വങ്ങൾ ഒരു വിശ്വാസിയുടെ ഹൃദയത്തിൽ ഉറപ്പിക്കുന്നതിന് വേണ്ടിയും ദുരുപദേശത്തിൽ നിന്ന് ദൈവസഭയെ ഹാല്യ സ്വതന്ത്രം വിടുവിക്കേണ്ടതിനും ഇല്ലെങ്കിൽ സഭയെ ശുദ്ധീകരിക്കേണ്ടതിനും വേണ്ടിയാണ് ഈ ഹാല്യ ലേഖനം എഴുതിയെന്ന് നമ്മൾ പഠിക്കുവാനിടയായി. നമുക്കറിയാം, ഓരോ 5 അധ്യായങ്ങളുള്ള 105 വാക്യങ്ങളുള്ള 62ാമത്തെ പുസ്തകമാണ് ഈ യോഹന്നാന്റെ ലേഖനം എന്ന് നമുക്ക് ഞാൻ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ പറഞ്ഞു. അതുകൊണ്ട് ഒരു പ്രാവശ്യം കൂടെ പറഞ്ഞത് കാരണം നമ്മുടെ ഹൃദയത്തിൽ അത് കൂടുതൽ ആഴമായിട്ട് പതിക്കുവാൻ വേണ്ടിയാണ്. 1-ാം അധ്യായത്തിൽ നമുക്കറിയാം ദൈവത്തോടും മനുഷ്യരോടും ഒരു ക്രിസ്ത്യാനിക്ക് ഉണ്ടായിരിക്കേണ്ട മർമ്മപ്രധാനമായ കൂട്ടായ്മയുടെ കാര്യത്തെക്കുറിച്ച് പറഞ്ഞതിന് ശേഷം ഒരു ക്രിസ്ത്യാനിയുടെ പ്രായോഗിക ജീവിതം എങ്ങനെയായിരിക്കണമെന്ന് 2-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്. പറഞ്ഞു തുടങ്ങി നമ്മളത് പഠിക്കുവാനിടയായി. ക്രിസ്ത്യാനി എങ്ങനെ ജീവിക്കണം, ഒരിക്കലും പാപം ചെയ്യാതെയുള്ള ഒരു ജീവിതം നയിക്കുവാനാണ് ക്രിസ്ത്യാനി നയിക്കണമെന്നാണ് ഈ ലേഖനത്തിൽ കൂടെ പൗലോസിന്റെ അപ്പോസ്തലനായ യോഹന്നാന് ആഹ്വാനം ചെയ്യുന്നത്. എല്ലാം അതുതന്നെയാണ് ഉദ്ദേശം. കാരണം യേശു ക്രിസ്തുവിന്റെ സ്വരൂപത്തോടെ അനുരൂപപ്പെടുവാനായി നാം തീരുന്നതിനാൽ പിതാവായ ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത് കൊണ്ട് ആ യേശു ക്രിസ്തുവിനോട് അനുരൂപപ്പെടുവാൻ നാം പാപമില്ലാതെ ജീവിക്കണമെന്നുള്ള റോമാലേഖനത്തിന്റെ 8-ാം അധ്യായം 29ാമത്തെ വാക്യം പ്രകാരം നമ്മൾ പഠിച്ചതാണ്. കാരണം വിശ്വാസികൾ നാം യേശു ക്രിസ്തുവിനോട് സദൃശ്യനായി തീരേണ്ടത് ആവശ്യമാണ്. അങ്ങനെ അവിടുന്ന് സകലതും നമുക്ക് തുല്യനായി ലോകത്ത് കടന്നു വരുവാനിടയായി. എബ്രായ ലേഖന കർത്താവ് ആയ അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞു, തനിക്ക് തുല്യമായി പരീക്ഷിക്കപ്പെടുവാൻ ലോകത്തിലേക്ക് കടന്നു വന്ന് മനുഷ്യനായി അവതരിച്ച് സകല പരീക്ഷകളിലും അകപ്പെട്ട് ഹാല്യ സ്വതന്ത്രം അതിൽ നിന്നെല്ലാം വിടുതൽ പ്രാപിച്ച് ഒരിക്കൽ പോലും പാപം ചെയ്യുവാൻ ചെയ്യാതെ ജീവിച്ച യേശുവിന്റെ മാതൃകയാണ് നമുക്കുള്ളത്. പലരും ചലഞ്ച് ചെയ്തു. ഹാല്യ 7 കോടതി തന്നെ വിസ്തരിച്ചു. ഹാല്യ സ്വതന്ത്രം 5 കോടതിയിൽ 7 പ്രാവശ്യം വിസ്തരിച്ചു. അനേക ആൾക്കാർ യേശുവിനെതിരായിട്ട് പറയുവാൻ യാതൊന്നും അവർക്ക് ലഭിക്കുവാൻ ഇടയായില്ല. അങ്ങനെ നാം പഠിച്ചു ക്രിസ്ത്യാനി എങ്ങനെ ജീവിക്കണം. പത്രോസിന്റെ ലേഖനം 4-ാം അധ്യായം 1-ാം വാക്യം പറയുന്നു, ക്രിസ്തു ജഡത്തിൽ കഷ്ടത അനുഭവിച്ചതുകൊണ്ട് നിങ്ങളും അതേ മനോഭാവം എന്ന ആയുധം ധരിക്കുവിൻ. നോക്കിക്കോണേ, ക്രിസ്തു ജഡത്തിൽ ധരിച്ച് ഇല്ലെങ്കിൽ കഷ്ടം ധരിച്ചത് എന്തിനു വേണ്ടിയാ? ഈ ലോകത്തിൽ താമായിരിക്കുന്നത് ഹാല്യ സ്വതന്ത്രം ആയിരുന്നപ്പോൾ താന് കഷ്ടം അനുഭവിച്ചു, കഷ്ടതയിൽ കൂടെ കടന്നുപോയി. എന്തിനാണ്? ഈ ലോകത്തിന്റെ ഇല്ലെങ്കിൽ പാപത്തിൽ നിന്ന് താന് ഹാല്യ സ്വതന്ത്രം അകപ്പെടുവാൻ കഴിയാത്ത വിധം ഇല്ലെങ്കിൽ താന് അപേക്ഷിച്ചതായിട്ട് കാണുവാൻ കഴിയുന്നു. അങ്ങനെ ആയിരിക്കുന്ന യേശുവിന്റെ അതേ രീതിയിൽ നാം ആയിരിക്കണമെന്ന്. അതുകൊണ്ടാണ് 2-ാമത്തെ വാക്യം പറയുന്നത്, ശാരീരികമായി കഷ്ടത അനുഭവിച്ചൻ ശരീരത്തിൽ ശേഷിച്ചിരിക്കും കാലം ഇനി മനുഷ്യരുടെ മോഹങ്ങൾക്കല്ല ദൈവത്തിന്റെ ഇഷ്ടത്തിന് ജീവിക്കേണ്ടതിന് പാപം വിട്ടൊഴിഞ്ഞിരിക്കുന്നു എന്ന് പറയുന്നത്. ക്രിസ്തു ജഡത്തിൽ കഷ്ടം അനുഭവിച്ച് എന്തുകൊണ്ടാണ് ഹാല്യ സ്വതന്ത്രം ഈ കഷ്ടാനുഭവം ക്രൂശിലെ കഷ്ടാനുഭവത്തെ കുറിച്ചല്ല അവിടെ പറയുന്നത് കേട്ടോ. അവിടെ പറയുന്നു ശാരീരികമായി കഷ്ടത അനുഭവിച്ചു ശരീരത്തിൽ താനായിരിക്കുമ്പോൾ ഇനി മനുഷ്യരുടെ മോഹങ്ങൾക്കല്ല ദൈവത്തിന്റെ ഇഷ്ടപ്രകാരം ജീവിക്കേണ്ടതിന് പാപം വിട്ടൊഴിഞ്ഞു എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നു. ഹാല്യ ദൈവങ്ങളെ, ഹാല്യ സ്വതന്ത്ര ക്രിസ്തു നമ്മോടെ ദൈവത്തോട് അടുപ്പിക്കേണ്ടതിന് 3-ാം അധ്യായം 18ാമത്തെ വാക്യം പറയുന്നു, ക്രിസ്തുവും നമ്മെ ദൈവത്തോട് അടുപ്പിക്കേണ്ടതിന് നീതിമാനായിരിക്കെ നീതികെട്ടവർക്ക് വേണ്ടി പാപനിമിത്തം ഒരിക്കൽ കഷ്ടത അനുഭവിച്ചു, ജഡത്തിൽ മരണശിക്ഷ ഏൽക്കുകയും ആത്മാവിൽ ജീവിക്കപ്പെടുകയും ചെയ്തു എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നു. ദൈവമക്കളായിരിക്കുന്ന നമ്മെ സംബന്ധിച്ച് ഒരു വിശ്വാസ ജീവിതം നയിക്കണമെന്നാണ് ദൈവത്തിന്റെ വചനത്തിൽ ഹാല്യ കൂടെ പറയുന്നത്. അപ്പോ പ്രാണത്താലും നോക്കിക്കോണേ, എങ്ങനെയാണ് വിശ്വാസ ജീവിതത്തിൽ അല്ലെങ്കിൽ എങ്ങനെയാണ് പാപത്തോട് നാം എതിർത്ത് നിൽക്കേണ്ടത്?
പ്രാണത്യാഗത്തോളം പാപത്തോട് എതിർത്ത് നിന്ന് വിജയം പ്രാപിക്കുക എന്നാണ് ആത്മീക ജീവിതത്തിന്റെ ഏറ്റവും വലിയ ലക്ഷ്യം എന്ന് പറയുന്നത്. അത് വലിയ പ്രയാസമുള്ളൊരു കാര്യമാണ്. അല്ലെ, ക്രിസ്ത്യാനിയായി ജീവിക്കുന്നത് വലിയൊരു പ്രയാസമാണ് കേട്ടോ. അല്ലെ സ്വതന്ത്രം നമ്മൾ പറയാം, പക്ഷെ ജീവിച്ച് കാണിക്കുന്നത് അത് നമ്മൾ ഒരു ദിവസം കൊണ്ടോ 2 ദിവസം കൊണ്ടോ പ്രാപിക്കുന്നതല്ല. ജീവിതത്തിൽ നാം ഓരോ ദിവസം കഴിയും തോറും ക്രിസ്തുവിന്റെ സ്വഭാവത്തിന് അനുരൂപപ്പെട്ട് നാം ശ്രദ്ധാപൂർവം നാം ജീവിക്കുമ്പോൾ മാത്രമാണ് യേശു ക്രിസ്തുവുമായിട്ടുള്ള താതാത്മ്യം. അതായത് ജീവിതകാലത്തിലെ ഓരോ ദിവസവും ക്രിസ്തു ജഡത്തിൽ കഷ്ടത സഹിക്കുകയും അപ്രകാരം ജഡത്തെ മരിപ്പിക്കുകയും ചെയ്തു. അതിന്റെ സ്വാഭാവിക ഫലമായിട്ട് എന്താ സംഭവിച്ചത്? ദൈവികമായ ജീവനും ഇടുക്കവും ഞെരുക്കവും ഉള്ള ആ വഴിയിൽ കൂടെ താൻ സഞ്ചരിച്ചു. അതേ വഴിയിൽ കൂടെ നമ്മോടും കൂടെ പറയുകയാണ് സ്വത്രം നാം അതുപോലെ ജീവിക്കണമെന്ന് പറയുന്നത്. എബ്രായ ലേഖനകർത്താവ് 5:7 വാക്യം, 5:7-8 വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ 5:7-8 ക്രിസ്തു തന്റെ ഐഹിക ജീവിത കാലത്ത് തന്നെ മരണത്തിൽ നിന്ന് തന്നെ രക്ഷിക്കുവാൻ കഴിയുന്നവനോട് ഉറച്ച നിലവിളിയോടും കണ്ണുനീരോടും കൂടി അപേക്ഷിക്കുകയും അഭയയാചന കഴിക്കുകയും ഭയഭക്തി നിമിത്തം ഉത്തരം ലഭിക്കുകയും ചെയ്തു. നോക്കിയേ, കർത്താവായ യേശു ക്രിസ്തു തന്റെ ഈ ലോകത്തെ ജീവിതത്തിൽ താൻ മരണത്തിൽ നിന്ന് രക്ഷിപ്പാൻ കഴിയുന്നവനോട് ഉറച്ച നിലവിളിയോടെ താന് സ്വത്രം നിലവിളിച്ചു, കണ്ണുനീരോടുകൂടെ അപേക്ഷിച്ചു എന്ന് നമുക്ക് ഇവിടെ കാണുവാൻ കഴിയുന്നു. നോക്കിയേ, നാമും പാപത്തിന്റെ ഫലമായ ഇല്ലെങ്കിൽ മരണത്തിൽ നിന്ന് നമ്മെ വിടിവിക്കുവാൻ കഴിയുള്ളവനോട് നാം എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കേണ്ടത് ആവശ്യമാണ്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനോട് നാം കണ്ണുനീരോടും കരച്ചിലോടും പ്രാർത്ഥിക്കണമെന്ന് നാം കഴിഞ്ഞ ദിവസങ്ങൾ നമ്മൾ കേൾക്കുവാനിടയായി. 2 കൊരിന്ത്യർ ലേഖനം 4:10-11 യേശുവിന്റെ ജീവൻ ഞങ്ങളുടെ ശരീരത്തിൽ വെളിപ്പെടേണ്ടതിന് യേശുവിന്റെ മരണം ശരീരത്തിൽ എപ്പോഴും വഹിക്കുന്നു. നോക്കിക്കോണേ, യേശുവിന്റെ ജീവൻ ഞങ്ങളുടെ ശരീരത്തിൽ വെളിപ്പെടേണ്ടതിന് യേശുവിന്റെ മരണം ഞങ്ങളുടെ മർത്യ ശരീരത്തിൽ യേശുവിന്റെ ജീവൻ വെളിപ്പെടേണ്ടതിന് ജീവിച്ചിരിക്കുന്ന ഞങ്ങൾ എപ്പോഴും യേശു ക്രിസ്തുവിൻ മുഖാന്തരം മരണത്തിൽ ഏൽപ്പിക്കുന്നു എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നു. യേശുവിന്റെ ജീവൻ പാപത്തെ ജയിക്കുന്ന യേശുവിന്റെ ദിവ്യ സ്വഭാവത്തെ കുറിച്ചാണ് അവിടെ കാണുവാൻ കഴിയുന്നത്. നമ്മിൽ അത് വെളിപ്പെടേണ്ടതിന് നാം എന്ത് ചെയ്യണമെന്ന ഈ വാക്യങ്ങള് നാം പഠിക്കുവാനിടയായത്. കാൽവറിയിലെ ക്രൂശിൽ മരിച്ച ആ സഹനത്തെ കുറിച്ചല്ല അവിടെ പറയുന്നത്. ലോകത്തിന്റെ പാപത്തിന് സ്വത്രം ഇല്ലെങ്കിൽ നിന്ന് ജീവിക്കേണ്ടതിന് ഇല്ലെങ്കിൽ എങ്ങനെ നടക്കേണ്ടതിന് ആണ് അവിടെ പറയുവാൻ. ഈ സ്വത്രം ഈ അധ്യായം ഈ കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കുമ്പോൾ ദൈവമക്കളെ, ക്രിസ്തുവിന്റെ സ്വത്രം അപ്പോസ്തലനായ പൗലോസും പത്രോസും പറയുന്നത് നാം 2 തിമോത്തി 2:11 പറയുന്നു, നാം അവനോടുകൂടെ മരിച്ചുവെങ്കിൽ കൂടെ ജീവിക്കും, സഹിക്കുന്നുവെങ്കിൽ കൂടെ വാഴും എന്ന് പറയുന്ന കാര്യം കൂടെ നാം ഇതൊന്ന് ചേർത്ത് പഠിച്ചാൽ നമുക്കൊരു കാര്യം മനസ്സിലാക്കുവാൻ കഴിയും. കർത്താവായ യേശു ക്രിസ്തു ലോകത്തില് സ്വത്രം കഷ്ടമനുഭവിച്ചു താൻ പാപത്തിൽ നിന്ന് സ്വത്രം വേറും ഇല്ലെങ്കിൽ താന് പാപികളെ രക്ഷിക്കുവാൻ സ്വത്രം തനിക്ക് കഴിയത്തില്ലായിരുന്നു. എന്നാൽ ആർക്കും തന്നെ കുറിച്ച് ഒരു കാര്യവും പറയുവാൻ കഴിഞ്ഞില്ല, ആർക്കും ചൂണ്ടിക്കാണിക്കുവാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് പൗലോസും പത്രോസും പറയുകയാണ്, നമ്മളും അതേ രീതിയിൽ ജീവിക്കണം എന്നാണ് പറയുന്നത്. നാം അവനോടുകൂടെ മരിച്ചുവെങ്കിൽ കൂടെ ജീവിക്കും, സ്വത്രം സഹിക്കുന്നുവെങ്കിൽ കൂടെ വാഴും. ക്രിസ്തു ഈ ലോകത്തിന് ആയിരുന്നപ്പോൾ താനും പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്. നാം എങ്ങനെയാണ് ജീവിക്കേണ്ടത്? സ്വത്രം ക്രിസ്തു പറയുകയാണ്. ഒരിക്കൽ സ്വത്രം പർഗോസിന്റെ സുവിശേഷം 7-ാം അധ്യായത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ 18 മുതൽ 23 വരെയുള്ള വാക്യങ്ങൾ, ഒരിക്കൽ തൻ്റെ ശിഷ്യന്മാർ കൈ കഴുകാതെ ഭക്ഷണം കഴിച്ചതിനെ പറ്റി പരീശന്മാർ സ്വത്രം പരാതിപ്പെട്ടപ്പോൾ യേശു നൽകിയ മറുപടിയാണ് അവിടെ പറയുന്നത്. നാം പലപ്പോഴും പുറമേ ഉള്ളത് പലപ്പോഴും നമ്മൾ എന്ത് ചെയ്യും? സ്വത്രം വലിയ പ്രാധാന്യം കൊടുക്കും. എന്നാൽ അകത്തിന് വലിയ പ്രാധാന്യം കൊടുക്കാത്തൊരു കാലഘട്ടത്തിലാണ് നമ്മൾ ആയിരിക്കുന്നത്. അതുകൊണ്ടാണ് ഫിലിപ്പോസിന് പറ്റിയ ഏറ്റവും വലിയ അപജയം എന്തെന്നറിയാമോ? പുറമേ ഉള്ളതിന് പലതിനും പ്രാധാന്യം കൊടുത്തപ്പോൾ അകത്തെ സ്വത്രം ക്ലെൻസിങ്ങിന് വേണ്ടി. അതുകൊണ്ടാണ് കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ഞാൻ സ്നാന ശുശ്രൂഷയുടെ സമയത്ത് ഈ വാക്യങ്ങൾ എടുത്ത് പറയുവാനിടയായി. സ്വത്രം
അതിന്റെ 7-ാം അധ്യായം 18-ാമത്തെ വാക്യം നോക്കിയേ. പിന്നെ അവൻ പുരുഷാരത്തെ അരിക 14 തൊട്ട് അരിക വിളിച്ച് എല്ലാവരും കേട്ടുകൊള്ളുവീൻ, കേട്ട് ഗ്രഹിച്ചുകൊള്ളുവീൻ. പുറത്ത് നിന്ന് മനുഷ്യന്റെ അകത്ത് ചെല്ലുന്ന യാതൊന്നിനും അവനെ അശുദ്ധനാക്കുവാൻ കഴിയില്ല. നോക്കിക്കോണേ, മനുഷ്യന്റെ അകത്തേക്ക് ചെല്ലുന്ന, പുറത്തു നിന്ന് മനുഷ്യന്റെ അകത്തേക്ക് ചെല്ലുന്ന യാതൊന്നും അവനെ അശുദ്ധനാക്കാൻ കഴിയില്ല. അവനിൽ നിന്ന് പുറപ്പെടുന്നത് അത്രേ മനുഷ്യനെ അശുദ്ധമാക്കുന്നത്. കേൾക്കുവാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ. അവൻ പുരുഷാരത്തെ വിട്ട് വീട്ടിൽ ചെന്ന ശേഷം ശിഷ്യന്മാർ ആ ഉപമയെ കുറിച്ച് അവരോട് ചോദിച്ചു. അവർക്ക് മനസ്സിലായില്ല ഇതെന്താ പറയുന്നതെന്ന്. മനസ്സിലായോ സഹോദരം? എന്നാൽ ദൈവമക്കളെ, നമുക്ക് തിരുവചനം നമ്മളോട് പറയുകയാണ്, അവൻ അവരോട് ഇങ്ങനെ, നിങ്ങളും സുബോധമില്ലാത്തവരോ, പുറത്തു നിന്ന് മനുഷ്യന്റെ അകത്ത് ചെല്ലുന്ന യാതൊന്നിനും അവനെ അശുദ്ധമാക്കാൻ കഴിയുകയില്ല എന്ന് തിരിച്ചറിയുന്നില്ലയോ? അത് അവന്റെ ഹൃദയത്തിൽ അല്ല, വയറ്റിൽ അത്രേ ചെല്ലുന്നത്. പിന്നെ അത് അവിടെ നിന്നും വിസർജിക്കപ്പെടുന്നു. ഇങ്ങനെ സകല ഭോജ്യങ്ങൾക്കും ശുദ്ധി വരുത്തുവാൻ പറയുന്നു. മനുഷ്യനിൽ നിന്ന് പുറപ്പെടുന്നതോ മനുഷ്യനെ അശുദ്ധനാക്കുന്നത്. അകത്തുനിന്ന് മനുഷ്യരുടെ ഹൃദയത്തിൽ നിന്ന് തന്നെ ദുശ്ചിന്ത, വ്യഭിചാരം, പരസംഗം, കൊലപാതകം, മോഷണം, അത്യാഗ്രഹം, ദുഷ്ടത, ചതി, ദുഷ്കാമം, ദുഷ്കർമ്മം, അസൂയ, ദൂഷണം, അഹങ്കാരം, മൂഢത എന്നിവ ഹൃദയത്തിൽ നിന്ന് പുറപ്പെടുന്നു എന്ന് പറയുന്നത്. അകത്തേക്ക് പോകുന്നതല്ല, അകത്ത് നിന്ന് പുറത്ത്. നമ്മൾ എന്താ പറ്റിയ കുഴപ്പമെന്നറിയാമോ? നമ്മുടെ ജീവിതത്തില് നമ്മുടെ ഈ പെരിക്കോസിന്റെ അനുഭവത്തിൽ നമുക്ക് ഒത്തിരി അപജയം സംഭവിച്ചു. എന്താ? പുറത്തുള്ളതിന് വലിയ പ്രാധാന്യം കൊടുത്തു, അകത്തുള്ളതിന് സ്വത്രം. പകയുണ്ടെങ്കിലും ഒരു പ്രശ്നമില്ല, അവന് സ്വത്രം കത്തുമേശ എടുക്കാം. സഹോദരനെ അല്ലെങ്കിൽ സഹോദരനായിട്ട് കാണാത്തവനും ഒരു പ്രശ്നവുമില്ല. സഹോദരൻ ഇവിടെ പറയുന്നുണ്ട്, അഹങ്കാരം, ഞാനാണ് ഏറ്റവും വലിയത്, മൂഢത, ഏറ്റവും വലിയ കാര്യം, എനിക്കെല്ലാം അറിയാം എന്നുള്ളൊരു ചിന്ത, സഹോദരൻ, ദുഷ്ടത, ചതി, ദൈവമക്കളെ, ദുഷ്കർമ്മം, അസൂയ, ഇതിലേതൊക്കെ എന്തെങ്കിലുമൊക്കെ നമ്മുടെ കയ്യിൽ കാണാതിരിക്കത്തില്ല അല്ലേ? ഒന്ന് ചിന്തിച്ചാൽ സഹോദരൻ, ഇത് ആണ് ഒരു മനുഷ്യനെ അശുദ്ധനാക്കുന്നതെന്ന്. ഇത് വേറെ ആരും പറഞ്ഞതല്ല, അശുദ്ധി നിറഞ്ഞ ഒരു ഹൃദയത്തെ കുറിച്ചാണ് കർത്താവ് ഇവിടെ പറയുന്നത്. നോക്കിയേ, ഈ ദോഷങ്ങളെല്ലാം അകത്തു നിന്ന് പുറപ്പെട്ട് മനുഷ്യനെ അശുദ്ധനാക്കുന്നു എന്ന് സഹോദരൻ കർത്താവ് വളരെ വ്യക്തമായിട്ട് പറയുക. അതുകൊണ്ട് ദൈവമക്കളെ, സഹോദരൻ, നമുക്ക് ഒരു കാര്യമുണ്ട്, നമുക്ക് സഹോദരൻ ഒരു ശുദ്ധീകരണം വേണം. അകത്തൊരു ശുദ്ധീകരണം പ്രാപിച്ചാൽ സഹോദരൻ പുറത്ത് ഓട്ടോമാറ്റിക്കലി വരും. അതൊരുവനോട് പറയേണ്ട കാര്യമില്ല. മീശ മടിച്ചത് കൊണ്ടോ വെള്ള ഷർട്ട് ഇട്ടത് കൊണ്ടോ സഹോദരൻ ഇതൊന്നും ഒരു വിശുദ്ധിയുടെ മേൽച്ചട്ട. എല്ലാരും പറയും, പിന്നെ വെള്ള സാരി ഉടുത്തിട്ട് വേണം കത്തുമേശ എടുക്കാൻ. ഒക്കെ വിശുദ്ധി നല്ലതാ, പക്ഷെ വെള്ള സാരി കൊണ്ടല്ല. അത് പൊതിഞ്ഞിരിക്കുന്ന ശരീരത്തിനകത്തൊരു ഹൃദയമുണ്ട്. ആ ഹൃദയത്തിന്റെ, അല്ലെങ്കിൽ ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ, ഇല്ലെങ്കിൽ വെള്ള ഷർട്ടിട്ട് ദൈവദാസനായാലും ആ അകത്തെ ഹൃദയത്തിന്റെ ചതിയും ദുശ്ചിന്തയും മൂഢതയും ഒക്കെ വരുന്നത് അവിടെ നിന്നാണ് എന്ന് കർത്താവ് പറയുമ്പോൾ എവിടെയാണ് മാറ്റം വേണ്ടത്? അത് തന്നെയല്ല കർത്താവ് പറയുന്നു. സ്വത്രം മർക്കോസ് എഴുതാത്ത ഒരു കാര്യം ലൂക്കോസ് എഴുതുന്നുണ്ട്. അതിന്റെ 11-ാം അധ്യായത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ, ലൂക്കോസിന്റെ സുവിശേഷം 11-ാം അധ്യായം അതിന്റെ 37 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ നമ്മളൊക്കെ ചെയ്യുന്നൊരു കാര്യമാണ്. 11-ാമത്തെ അധ്യായം അതിന്റെ 37-ാമത്തെ വാക്യം നമുക്കൊന്ന് വായിക്കാം. 11:37 അവിടെ വായിക്കുകയാണ്. അവിടെ ഇങ്ങനെ പറയുന്നത്, ഒരു പരീശൻ തന്നോടുകൂടെ മുത്താഴം കഴിക്കാൻ അവനെ ക്ഷണിച്ചു. അവനും അകത്ത് കിടന്ന് ഭക്ഷണത്തിനിരുന്നു. മുത്താഴത്തിന് മുമ്പേ കുളിച്ചില്ല എന്ന് കണ്ടിട്ട് പരീശൻ ആശ്ചര്യപ്പെട്ടു. കർത്താവ് അവനോട്, പരീശന്മാരായ നിങ്ങൾ കിണ്ടികിണ്ണങ്ങളുടെ പുറം വെടിപ്പാക്കുന്നു, നിങ്ങളുടെ ഉള്ളിലോ കവർച്ചയും ദുഷ്ടതയും നിറഞ്ഞിരിക്കുന്നു. മൂഢന്മാരെ, പുറം ഉണ്ടാക്കിയവരല്ലയോ അകവും ഉണ്ടാക്കിയത്. അകത്തുള്ളത് കൃഷിയായി കൊടുപ്പീൻ, എന്നാൽ സകലവും നിങ്ങൾക്ക് ശുദ്ധമാകുമെന്ന് പറഞ്ഞു. നോക്കിയേ, ഇവിടെ പറയുകയാണ് സത്രം 37-ാമത്തെ വാക്യം. അവൻ സംസാരിച്ച് തന്നെ പരീശൻ തന്നോടുകൂടെ പറയുന്നു, ഭക്ഷണം കഴിക്കുമ്പോൾ അവനെ ക്ഷണിച്ച് അവൻ അകത്ത് കടന്ന് ഭക്ഷണത്തിരുന്നു. ഭക്ഷണത്തിന് മുമ്പ് അവൻ കഴുകി ശുദ്ധി വരുത്തിയില്ല എന്ന് കണ്ടിട്ട് പരീശൻ ആശ്ചര്യപ്പെട്ടു. നോക്കിക്കോണേ സത്രം, പരീശന്മാരായ നിങ്ങൾ, എപ്പോഴും പരീശന്മാരെ യേശു ഒത്തിരി ശാസിച്ചിട്ടുള്ളൊരു കാര്യമാണ്. കാരണം ഇവരൊക്കെ ഉണ്ടല്ലോ, യഹൂദന്മാർക്കും സ്വത്രം, ഇല്ലെങ്കിൽ മുസ്ലിംസ് ആയാലും യഹൂദന്മാരായാലും, നിങ്ങൾ നോക്കി, യഹൂദന്മാരുടെ പണ്ടത്തെ കാലത്ത് വെളിയിൽ കൽപാത്രങ്ങൾ വെച്ചിട്ടുണ്ടായിരുന്നു. എന്തിനാ?
വെള്ളം കാല് കഴുകി ശുദ്ധീകരിച്ചിട്ട് വേണം അവരകത്തോട്ട് കയറുവാൻ. അവർക്കൊരു ശുദ്ധീകരണ നിയമങ്ങൾ ഒക്കെ കൊടുത്തിരിക്കുന്ന ഒരു കാര്യങ്ങളുണ്ടായിരുന്നു. നോക്കിയേ, ഹല്ലേലൂയ, അവർ പുറമേയുള്ള ശുദ്ധീകരണത്തിന് കൂടുതൽ എന്ത് ചെയ്തു? കൂടുതൽ പ്രാധാന്യം കൊടുത്തു. എന്നാൽ ഹല്ലേലൂയ അവരോട് പറയുകയാണ്, ഹല്ലേലൂയ, നിങ്ങൾ പാനപാത്രങ്ങളുടെ ഭക്ഷണപാത്രങ്ങളും പുറം വെടിപ്പാക്കുന്നു, നിങ്ങളുടെ ഉള്ളിലെ കവർച്ചയും ദുഷ്ടതയും നിറഞ്ഞിരിക്കുന്നു. മൂഢന്മാരെ, പുറം ഉണ്ടാക്കിയവനല്ലയോ അകവും ഉണ്ടാക്കി എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നു. ഹല്ലേലൂയ. അവിടെ താഴോട്ട് വായിക്കുകയാണ്, നിങ്ങൾ കിണ്ടികിണ്ണങ്ങളുടെ, ഇല്ലയോ, അങ്ങനെ ഒരു വാക്കുണ്ട്, കിണ്ടികിണ്ണങ്ങളുടെ പുറം, പരീശന്മാരെ നിങ്ങൾ കിണ്ടികിണ്ണങ്ങളുടെ പുറം വെടിപ്പാക്കുന്നു, നിങ്ങളുടെ ഉള്ളിലെ കവർച്ചതയും ദുഷ്ടതയും നിറഞ്ഞിരിക്കുന്നു എന്ന് അവിടെ കാണുവാൻ കഴിയുന്നു. നോക്കിയേ ഹല്ലേലൂയ, ഇത് തന്നെയാണ് ഹല്ലേലൂയ ഈ മുസ്ലിംസ് ഒക്കെ പ്രാർത്ഥിക്കാൻ കടന്നു പോകുമ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ട്. അവരെന്തെന്നറിയാം, കയ്യില് ഇങ്ങനെ കൈയും കഴിയും, ചെവിയൊക്കെ കഴിയും, ചെവിക്കകത്തുള്ളതും ഹല്ലേലൂയ പുറമെയുള്ള അവർ ശുദ്ധീകരിച്ചിട്ട് എങ്ങനായാലും നീ പ്രാർത്ഥിച്ചോ, നോ പ്രോബ്ലം എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡില്ല. പക്ഷെ ദൈവജനത്തെ പറ്റി കർത്താവ് പറയുകയാണ്, നിങ്ങൾ പുറമേ ഉള്ളത് അല്ല, നിന്റെ അകം വെടിപ്പാക്കണമെന്നാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്. ദുഷ്ടതയും കവർച്ചയും നിറഞ്ഞ, ഇല്ലെങ്കിൽ ഹല്ലേലൂയ ദൈവമക്കളെ, അകത്തുള്ളത് ഭിക്ഷയായി കൊടുപ്പീൻ, എന്നാൽ സകലതും നിങ്ങൾക്ക് ശുദ്ധമാകുന്നു. പരീശന്മാരായ നിങ്ങൾക്ക് അയ്യോ കഷ്ടം, നിങ്ങൾ തുളസിയിലും ഹല്ലേലൂയ നിങ്ങൾ തുളസിയിലും അരുതയിലും എല്ലാ ചീരയിലും പതാരം കൊടുക്കുകയും ന്യായവും ദൈവസ്നേഹവും വിട്ടുകളയുകയും ചെയ്യുകയും അത് ത്യജിക്കുകയും വേണമെന്നാ പറയുന്നത്. നോക്കിയേ ഹല്ലേലൂയ, കർത്താവ് പറയാണ് 10 അവർ പലതിനും 10 കൊടുക്കും, പതാരം കൊടുക്കും, 10 ചീരയിലും എല്ലാത്തിനും പതാരം, എല്ലാം പുറമേയുള്ള കാര്യങ്ങളെല്ലാം അവർ ചെയ്യും. പക്ഷെ ഇന്ന് അകത്ത് കുശുമ്പും കുന്നായ്മയും ദുഷ്ടതയും ചതുവും വിടക്ക് കണ്ണും ദോഷവും ഹല്ലേലൂയ നിറഞ്ഞൊരു ക്രിസ്തീയ ജീവിതം, ഇല്ലെങ്കിൽ ക്രിസ്ത്യാനി എന്ന് ജീവിക്കുകയും ചെയ്യും. ഞാൻ എപ്പോഴും പറയുന്ന പോലെ, കിൻഡർ ജോയ് പോലെ പുറത്ത് നല്ല കളറുള്ള പേപ്പർ വെച്ച് പൊതിഞ്ഞ് അകത്ത് ഉള്ള ദുഷ്ടതയെല്ലാം നിറഞ്ഞ് ഒരനുഭവത്തെ കുറിച്ചാണ് കാണുന്നത്. ഇന്ന് രാത്രിയിൽ ദൈവമക്കളെ, കാപട്യവും സ്വാർത്ഥതയും പക്ഷപാതവും സ്നേഹശൂന്യതയും ഹൃദയകാഠിന്യവും എന്നിവയെല്ലാം ഒന്ന് മാറ്റിവെച്ച് ദൈവത്തിന്റെ സ്നേഹം ഉള്ളിലേക്ക് കടന്നു വരുമ്പോൾ അവന്റെ ജീവിതത്തിൽ ഔദാര്യത്തോടെ ദാനം ചെയ്യുമെന്നാണ് അവിടെ പറയുന്നത്. നോക്കിയാണേ, യേശു പരീശന്മാരോട് പറഞ്ഞതിന്റെ അർത്ഥം ഹല്ലേലൂയ, നമ്മുടെ കാപട്യം ഒന്ന് മാറ്റണം, നമ്മുടെ പുറംമൂടി ഒന്ന് മാറ്റണം, സ്വാർത്ഥത മാറ്റണം, ഞാനാണ് ഏറ്റവും വലുത്, ഞാൻ വലിയവൻ എന്നൊക്കെ പറയുന്ന ആ പക്ഷപാതം, ഹല്ലേലൂയ സൈഡ് വലിവ്, ഇതൊക്കെ ഒന്ന് മാറ്റണം. നമുക്ക് എല്ലാവർക്കും ഹല്ലേലൂയ ചിലരോടൊക്കെ സൈഡ് വലിവൊക്കെ ഉണ്ട്. അതൊക്കെ ഒന്ന് മാറ്റി ദൈവസന്നിധിയിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? എല്ലാവരെയും ഒരുപോലെ കണ്ട് ഹല്ലേലൂയ നമ്മുടെ ഹൃദയകാഠിന്യമൊക്കെ ഒന്ന് കയ്പൊക്കെ ഒന്ന് മാറ്റിവെച്ച് ഹല്ലേലൂയ ദൈവഹിതത്തിൽ ഹല്ലേലൂയ നാം ജീവിക്കണമെന്ന് പറയുന്നത്. കഴിഞ്ഞ ഇല്ലെങ്കിൽ ഒരധ്യായവും 2-ാമത്തെ വാക്യം നമ്മൾ വായിക്കും. നമ്മുടെ ജീവിതത്തെ, നമ്മുടെ പാപ സ്വഭാവത്തെ നാം എങ്ങനെ ഹല്ലേലൂയ എത്രമാത്രം നാം മരവിപ്പിക്കണമെന്ന് ഇന്ന് രാത്രിയിൽ നമ്മോട് സംസാരിക്കുന്ന ദൈവത്തിന്റെ വചനം പറയുകയാണ്. നമ്മുടെ ജഡത്തെ, ഇല്ലെങ്കിൽ നമ്മുടെ പാപ സ്വഭാവത്തെ എത്രമാത്രം നാം മരിപ്പിക്കണം. ഹല്ലേലൂയ മരിപ്പിച്ചാലേ, നമ്മുടെ ഈ പാപ സ്വഭാവത്തെ മരിപ്പിച്ചാലേ, ജഡത്തിന്റെ പാപ സ്വഭാവത്തെ മരിപ്പിച്ചാലേ സ്നേഹവും സന്തോഷവും ഹല്ലേലൂയ സമാധാനവും എന്ന പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങളായ നമ്മളിൽ വളരുവാൻ ഇടയാകത്തുള്ളൂ. നമ്മുടെ നിഗളവും സ്വാർത്ഥതയും ഹല്ലേലൂയ നൊന്നപക്ഷവും ഹൃദയകാഠിന്യവും എല്ലാം നാം ഇനിയും മരിച്ചിട്ടില്ല എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ലക്ഷണമാണ്. മനസ്സിലായോ? ഒരുവൻ പിടിവാശിയുള്ളവൻ, ഹല്ലേലൂയ കടുംപിടുത്തമുള്ളവൻ, ഹൃദയകാഠിന്യമുള്ളവൻ, എന്നാൽ യേശുക്രിസ്തുവിന്റെ പുനരുത്ഥാനത്തിൽ ജീവൻ ലഭിച്ച ദൈവത്തിന്റെ വൈദ്യനെ സംബന്ധിച്ച് നിങ്ങൾ എങ്ങനെ ചെയ്യണമെന്ന് നിങ്ങൾ ഓരോ ദിവസവും അവന്റെ ക്രൂശ് എടുത്ത് അവനെ അനുഗമിക്കാനാണ് കർത്താവ് പറഞ്ഞത്. ദൈവമക്കളെ, ഹല്ലേലൂയ ഇന്ന് രാത്രിയിൽ ഹല്ലേലൂയ ആ കർത്താവിനെ നാം അവന്റെ ക്രൂശ് എടുത്ത് നാം ജീവിക്കണം. ഹല്ലേലൂയ ക്രൂശ് എടുത്ത് അനുഗമിക്കാനാണ് യേശു നമ്മോട് പറയുന്നത്. എന്നിട്ട് പറയുകയാണ് ഹല്ലേലൂയ അതിന്റെ 2-ാം അധ്യായം, യോഹന്നാൻ 2-ാം അധ്യായം 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ നമുക്കൊന്ന് വായിക്കാം. അതിന്റെ 2-ന്റെ 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ
ഒന്ന് വായിച്ചേ. അവിടെ രണ്ടായിട്ട് നമുക്ക് അതിനെ തിരിക്കുവാൻ കഴിയും. 1 മുതൽ 4 വരെയുള്ള കാര്യങ്ങൾ യേശുവിനെ അറിയുന്നതിനെ പറ്റിയും 5ഉം 6ഉം വാക്യങ്ങള് ഹല്ലേലൂയ സ്തോത്രം ആ അറിവിൽ ലഭിക്കുന്ന പരിജ്ഞാനത്തിൽ ദൈവസ്നേഹത്തിന്റെ പൂർണ്ണതയെ പറ്റിയുമാണ് അവിടെ പറയുന്നത്. ഒന്ന് വായിച്ചു 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ. 1 യോഹന്നാൻ 2:1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ. നമ്മിൽ വസിക്കുന്നതും നമ്മോടുകൂടെ എന്നേക്കും ഇരിക്കുന്നതുമായ സത്യം നിമിത്തം ഞാൻ മാത്രമല്ല, സത്യത്തെ അറിഞ്ഞിരിക്കുന്നവർ എല്ലാവരും സത്യത്തിൽ സ്നേഹിക്കുന്ന 1 യോഹന്നാൻ 2:1 മുതൽ 4 വരെയുള്ള നമ്മൾ പഠിക്കുന്ന അതേ വാക്യങ്ങൾ രണ്ടായിട്ട് നമുക്ക് തിരിക്കുവാൻ കഴിയും. 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങള് യേശുവിനെ അറിയുന്നതിനെ പറ്റിയും 5ഉം 6ഉം വാക്യങ്ങള് പരിജ്ഞാനത്തിൽ ആ അറിവിന്റെ പരിജ്ഞാനത്തിൽ ലഭിക്കുന്ന ദൈവസ്നേഹത്തെ പറ്റിയുമാണ് അവിടെ പറയുന്നു. എന്റെ കുഞ്ഞുങ്ങളെ, നിങ്ങൾ പാപം ചെയ്യാതിരിപ്പാൻ ഞാൻ ഇത് നിങ്ങൾക്ക് എഴുതുന്നു. ഒരുത്തൻ പാപം ചെയ്തുവെങ്കിലോ നീതിമാനായ യേശുക്രിസ്തു എന്ന കാര്യസ്ഥൻ നമുക്ക് പിതാവിന്റെ അടുക്കലുണ്ട്. അവൻ നമ്മുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തമാകുന്നു, നമ്മുടേതിനു മാത്രമല്ല സർവ്വലോകത്തിന്റെ പാപത്തിനും തന്നെ. അവന്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നുവെങ്കിൽ നാം അവനെ അറിഞ്ഞിരിക്കുന്നു എന്ന് അതിനാൽ അറിയുന്നു. അവനെ അറിഞ്ഞിരിക്കുന്നു എന്ന് പറയുകയും അവന്റെ കൽപ്പനകളെ പ്രമാണിക്കാതിരിക്കുകയും ചെയ്യുന്നവൻ കള്ളനാകുന്നു. അത് 1 മുതൽ 4 ഉള്ള യേശുവിനെ അറിയുന്നതിനെ പറ്റിയാ പറയുന്നത്. അങ്ങനെ അറിഞ്ഞവൻ, എന്നാൽ ആരെങ്കിലും അവന്റെ വചനം പ്രമാണിക്കുന്നുവെങ്കിൽ അവനിൽ ദൈവസ്നേഹം വാസ്തവമായി തികഞ്ഞിരിക്കുന്നു. നാം അവനിൽ ഇരിക്കുന്നുവെന്ന് ഇതിനാൽ നമുക്കറിയാം. അവനിൽ വസിക്കുന്നു എന്ന് പറയുന്നവൻ അവൻ നടന്നതുപോലെ നടക്കണം. 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങളെ യേശുവിനെ അറിയുന്നതിനെ പറ്റിയാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. 2 ദൈവസ്നേഹത്തിന്റെ പൂർണ്ണതയെ പറ്റി, ആ യേശുവിനെ കുറിച്ചുള്ള അറിവ് മൂലം ആ ദൈവസ്നേഹത്തിന്റെ പൂർണ്ണതയെ പറ്റി അവിടെ പറയുക. എന്റെ കുഞ്ഞുങ്ങളെ, ഹല്ലേലൂയ സ്തോത്രം, ആ സംബോധന നോക്കിയേ, എന്റെ വാത്സല്യപ്പെട്ട ദൈവത്തിന്റെ മക്കളെ, ഇല്ല പ്രിയ മക്കളെ, നമ്മുടെ ജലത്തിന്റെ ബലഹീനത നിമിത്തം പാപത്തിലേക്കുള്ളൊരു ചായ്വ് കൂടെ ജനിച്ചവരായിരുന്ന നമ്മളെ, പാപ സംബന്ധമായി വിടുതൽ പ്രാപിച്ച നമ്മെ, സ്തോത്രം, ഇനിയും നാം പാപത്തിൽ ജീവിക്കാതെ നാം ദൈവസ്നേഹത്തിൽ ദൈവത്തിന്റെയും തന്റെ പുത്രനായ യേശു ക്രിസ്തുവിന്റെ ഇഷ്ടത്തിനനുസരിച്ച് നാം മുന്നേറണമെന്നാണ് യോഹന്നാൻ അവിടെ സ്തോത്രം നമ്മളോട് പ്രബോധിപ്പിക്കുന്നത്. എന്നിട്ട് രണ്ടാമത് ഇത് ഒക്കെ ഉണ്ടായിട്ടും സ്തോത്രം നമ്മുടെ ജീവിതത്തിൽ പാപം സംബന്ധിച്ച് നാം അകപ്പെട്ടു പോകുന്നുവെങ്കിൽ ഒരു കാര്യമുണ്ട്. അവിടെ പറയൂ, നീതിമാനായ യേശു ക്രിസ്തുവിനെ ഒരു സഹായകൻ, ഒരു ആശ്വാസപ്രദൻ, ഇല്ലെങ്കിൽ ഒരു സഹോദരം അഥവാ നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്ന ഒരുവൻ, ഒരു മധ്യസ്ഥൻ നമുക്ക് വേണ്ടി പിതാവിന്റെ സന്നിധിയിലുണ്ട്. പാപത്തിൽ നിന്ന് നമുക്ക് പൂർണ്ണ വിജയം ലഭിക്കുന്നു എന്ന പ്രത്യാശയുടെ ഉറവിടം യേശു ക്രിസ്തുവാ. കർത്താവിന്റെ ദൈവത്തിന്റെ വലത്ത് ഭാഗത്തിരുന്നു കൊണ്ട് നമ്മൾക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്ന ഒരു യേശു ക്രിസ്തുവിനെ അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നു. സ്തോത്രം 3-ാം അധ്യായത്തിന്റെ 9-ാം വാക്യങ്ങൾ വായിക്കുമ്പോൾ 1 യോഹന്നാൻ 3:9 വാക്യം നമുക്ക് വായിക്കുമ്പോൾ അവിടെ പറയുന്നു, നിങ്ങൾ പാപം ചെയ്യാതിരിപ്പാൻ, ഇല്ലയോ? 3:9 പറയുകയാണ്, ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ ആരും പാപത്തിൽ ജീവിക്കുന്നില്ല, ദൈവത്തിന്റെ വചനം അവനിൽ വസിക്കുന്നു, ദൈവത്തിൽ നിന്ന് ജനിച്ചതിനാൽ അവന് പാപം ചെയ്തുകൊണ്ടിരിക്കുവാൻ കഴിയത്തില്ല. ദൈവമക്കളെ, ഇന്ന് രാത്രിയിൽ അവിടെ പറയുകയാണ്, ബലഹീനത മൂലം നാം അറിയാതെ പാപത്തിൽ വീണു പോകുന്നതിനെ കുറിച്ച് ഒരു വാക്യം അവിടെ പ്രസ്താവിക്കുകയാണ്. ദൈവത്തിൽ ജനിച്ചവൻ ആരും പാപം ചെയ്യുന്നില്ല. എന്നാൽ 2-ാം അധ്യായത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നു, സ്വത്രം, ഈ ലോകത്തിൽ നാം ജീവിക്കുമ്പോൾ നമ്മുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തം അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്ന എന്താണ്? സ്വത്രം, ഒരു മധ്യസ്ഥൻ സ്വത്രം നമുക്ക് വേണ്ടി ഉണ്ട്, നമ്മുടെ പിതാവിന്റെ അടുക്കലുണ്ട്. അവൻ നമ്മുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തം ആകുന്നു. നമ്മുടേതിന് മാത്രമല്ല, സർവ്വലോകത്തിന്റെയും. സ്വത്രം, ഈ ലോകത്തിൽ നാം ജീവിക്കുമ്പോൾ പലപ്പോഴും നാം അറിയാതെയോ ഇല്ലെങ്കിൽ സ്വത്രം നാം പാപത്തിലേക്ക് കടന്നുപോയാൽ ഒരു മധ്യസ്ഥൻ നമുക്ക് വേണ്ടിയുണ്ട്. എബ്രായ ലേഖനകർത്താവ് പറയുന്നുണ്ട് 5:6, മൽക്കിസദേക്കിന്റെ ക്രമപ്രകാരം എന്നേക്കും ഒരു പുരോഹിതൻ, നീതിമാനായ യേശു ക്രിസ്തു എന്ന കാര്യസ്ഥൻ എന്ന് പറയുന്ന പദം നാം സ്വത്രം ഒന്ന് ബന്ധപ്പെടുത്തി നാം ഒന്ന് ചിന്തിച്ചാൽ, സ്വത്രം, അബ്രഹാമിനെ പാപത്തിൽ വീഴാതെ മൽക്കിസദേക്ക് തക്ക സമയത്ത് അദ്ദേഹത്തെ സഹായിച്ചതുപോലെ നമ്മോട് സഹതാപം കാണിക്കുവാൻ കഴിവുള്ള ഒരു മഹാപുരോഹിതൻ 7 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ സ്വത്രം
നമ്മൾ വായിക്കുമ്പോൾ എബ്രായ ലേഖനം 5-ാം അധ്യായം 7 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് വായിക്കുമ്പോൾ ഹല്ലേലൂയ സ്തോത്രം, നമുക്ക് നമ്മോട് സഹതാപം കാണിക്കുവാൻ, നമ്മെ സഹായിക്കുവാൻ പ്രാപ്തനായ ഒരു കർത്താവ് നമുക്കുണ്ട് എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നു. ഹല്ലേലൂയ. 3-ാം വാക്യം പറയുന്നു, ഹല്ലേലൂയ, ഒരുവൻ യേശുവിനെ അറിയുന്നത് എങ്ങനെയാ? യേശുവിനെ അറിയുന്നു എന്ന് പറയുന്നു. എല്ലാവർക്കും അറിയാം, യേശുവിനെ അറിയാം. പക്ഷേ യേശുവിനെ അറിയുന്നു എന്ന് പറയുന്നവൻ, ഹല്ലേലൂയ സ്തോത്രം, അവൻ ഹല്ലേലൂയ കൽപ്പിച്ച പ്രമാണങ്ങളെ അനുസരിക്കുന്നവനാണ് യേശുവിനെ അറിയുന്നു എന്ന് പറയുന്നത്, അല്ലേ? അതിന്റെ 3-ാം വാക്യം പറയുന്നു, യേശുവിന്റെ കൽപ്പനകളെ ഒരുവൻ പ്രമാണിക്കുന്നു ഇല്ലയോ എന്ന അറിവിന്റെ ഇല്ലെങ്കിൽ പ്രമാണിക്കുന്നതിന്റെ അനുസരിച്ചാണ് ഒരുവൻ യേശുവിനെ അറിയുന്നു എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നു. ഹല്ലേലൂയ സ്തോത്രം. അടുത്ത 4-ാമത്തെ വാക്യം പറയുകയാണ്, അവിടുത്തെ കൽപ്പനകൾ പ്രമാണിക്കാതെ യേശുവിനെ അറിയുന്നു എന്ന് അവകാശപ്പെടുന്ന ഒരുവൻ ഹല്ലേലൂയ അസത്യവാദിയാണെന്നാണ് അവിടെ കാണുവാൻ കഴിയുന്നു. ഹല്ലേലൂയ സ്തോത്രം. അതുകൊണ്ട് ഹല്ലേലൂയ സ്തോത്രം, അവിടുത്തെ കൽപ്പനയുടെ അനുസരണമാണ് യേശുവിനെ അറിയുന്നതിന്റെ അളവുകോലെന്ന് ഇന്ന് രാത്രിയിൽ നാം അറിയേണ്ടത്. യേശു എങ്ങനെ നടന്നു, യേശു എങ്ങനെ ജീവിച്ചു, യേശു പറഞ്ഞ കൽപ്പനകൾ അനുസരിച്ചാണോ നാം ജീവിക്കുന്നത്? ഹല്ലേലൂയ, അങ്ങനെയുള്ളവനാണ് യേശുവിനെ അറിയുക എന്ന് പറയുന്നത്. 2-ാമത്തെ ഭാഗ്യം നമ്മൾ വായിച്ച്, ഞാൻ പറഞ്ഞല്ലോ 5 മുതലുള്ള വാക്യങ്ങൾ ദൈവ സ്നേഹത്തിന്റെ പൂർണ്ണതയെ കുറിച്ചാണ് പറയുന്നത്. ദൈവകൃപയുടെ വ്യാപാരത്താലും പരിശുദ്ധാത്മാവിന്റെ ശക്തിയാലും യേശുവിന്റെ കൽപ്പന പ്രമാണിക്കുന്നവൻ ഒരുവനിൽ ദൈവസ്നേഹമുണ്ടെന്നാണ് പറയുന്നത്. 1-ാം ലേഖനം 5-ാം അധ്യായം 3-ാമത്തെ വാക്യം ഒന്ന് വായിക്കാം നമുക്ക്. 5:3 വായിക്കുകയാണ്, അവന്റെ കൽപ്പനകൾ പ്രമാണിക്കുന്നതല്ലോ ദൈവത്തോടുള്ള സ്നേഹം. അവന്റെ കൽപ്പനകൾ ഭാരമുള്ളവയല്ല. അവൻ കൽപ്പിച്ച കൽപ്പനകളൊന്നും ഭാരമുള്ളതല്ല. ദൈവകൽപ്പനയുടെ സമ്പൂർണതമായ അനുസരണം ഒരുവനെ ദൈവ സ്നേഹത്തില്ലെങ്കിൽ ദൈവസ്നേഹ പൂർണ്ണതയിലേക്ക് നയിക്കുന്നുവെന്ന് നമുക്ക് ഈ വചനത്താൽ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നു. ദൈവകൽപ്പനയേക്കാൾ ഹല്ലേലൂയ സ്തോത്രം, ദൈവമക്കളെ, ഹല്ലേലൂയ സ്തോത്രം, കർത്താവിന്റെ അടുക്കിലേക്ക് കടന്നു വന്ന മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായം 19-ാം അധ്യായം 16 മുതൽ 22 വരെയുള്ള വാക്യങ്ങൾ, ഹല്ലേലൂയ സ്തോത്രം, താൻ ചെറുപ്പം മുതൽ അനുസരിച്ചു പോരുന്ന ദൈവകൽപ്പനകൾ മുഴുവൻ താൻ ചെറുപ്പം മുതൽ അനുസരിച്ചു പോകുന്നതിനെ കുറിച്ച് അവകാശപ്പെടുന്നു. ഇനി എന്താണ് കുറവുണ്ടെന്ന് ചോദിച്ചപ്പോൾ കർത്താവ് പറഞ്ഞു, എന്താ? സൽഗുണപൂർണനാക്കുവാൻ ഇച്ഛിക്കുന്ന ഒരുവൻ എന്ത് ചെയ്യണം? നീ ചെന്ന് നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക എന്ന് കർത്താവ് പറഞ്ഞു. നോക്കിയാണേ, താനുമായിട്ട് സംഭാഷണത്തിൽ ഹല്ലേലൂയ സ്തോത്രം, കർത്താവുമായിട്ടുള്ള സംഭാഷണത്തിൽ അവിടെ പറയുന്നുണ്ട്, ഹല്ലേലൂയ സ്തോത്രം, താന് ദൈവകൽപ്പന എല്ലാം അനുസരിക്കുന്നുണ്ട്. അപ്പോ കർത്താവ് പറയുന്നുണ്ട്, ഹല്ലേലൂയ സ്തോത്രം, ഇനി എന്താ ചെയ്യേണ്ടത്? സൽഗുണപൂർണനാകുവാൻ ഇച്ഛിക്കുന്ന ഒരുവൻ എന്ത് ചെയ്യണം? ഹല്ലേലൂയ, നീ ചെന്ന് ഉള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക എന്ന് എന്നെ അനുഗമിക്കുക എന്ന് പറയുന്നു. അപ്പോൾ ദൈവകൽപ്പനയുടെ സമ്പൂർണത എന്ന് പറയുന്നത്, സൽഗുണപൂർണത എന്ന് പറയുന്നത് വില കൊടുക്കേണ്ട കാര്യമാണ്, അല്ലാതെ നമ്മുടെ പറച്ചില് കൊണ്ട് നടക്കുന്ന ഒരു കാര്യമല്ല. സ്തോത്രം. അതുകൊണ്ട് ഇന്ന് രാത്രിയിൽ ദൈവമക്കളെ, നമ്മെ തന്നെ അതിന്റെ 6-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ, 2:6 നമ്മൾ വായിക്കുമ്പോൾ ഹല്ലേലൂയ അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നു, അതുപോലെ തന്നെ നാമുമായിരിക്കണം. അവിടെ പറയുന്നു, അവനിൽ വസിക്കുന്നു എന്ന് പറയുന്നവൻ അവൻ നടന്നതുപോലെ നടക്കണം. അവൻ ഇരിക്കുന്നു എന്ന് ഇതിനാൽ ഹല്ലേലൂയ പറയുകയാണ്, അവൻ ഇരിക്കുന്നു എന്ന് നാം ഇതിനാൽ അറിയും. അവൻ നടന്നപോലെ നടക്കുന്നതനുസരിച്ച്, അവന്റെ കൽപ്പന പ്രകാരം അനുസരിച്ച്, അവന്റെ ജീവിത പ്രകാരം അനുസരിച്ച് നാം ഹല്ലേലൂയ നടക്കുന്നുവെങ്കിൽ ദൈവമക്കളെ, ഹല്ലേലൂയ ദൈവ സ്നേഹത്തിന്റെ സമ്പൂർണത കേവലം ഹല്ലേലൂയ സ്തോത്രം ഒരു ദിവാസ്വപ്നമല്ല, ഇത് പ്രാപിക്കുവാൻ കഴിയേണ്ടതാണ്. യേശു ജീവിച്ചതുപോലെ നമുക്കും അനുദിന ജീവിതത്തിൽ നമുക്ക് ഹല്ലേലൂയ സ്തോത്രം നടക്കുവാൻ കഴിയും. അതുകൊണ്ടാണ് കർത്താവ് ഇങ്ങനെ പറയുന്നുണ്ട്, യേശു ക്രിസ്തു പ്രായോഗികമായി നടന്നത് എങ്ങനെയാണെന്ന് സുവിശേഷത്തിൽ പറയുന്ന മർമ്മപ്രധാനമായ ഒരു വാക്യമുണ്ട്. 1 തിമോത്തി 3:16 പറയുന്നു, ദൈവം ജഡത്തിൽ, ഹല്ലേലൂയ സ്തോത്രം, 1 തിമോത്തി 3:16 ഒന്ന് വായിക്കാം. അവിടെ പറയുന്നു, ദൈവം ജഡത്തിൽ ഹല്ലേലൂയ വെളിപ്പെട്ടു, ആത്മാവിൽ നീതീകരിക്കപ്പെട്ടു എന്ന് നമുക്ക് അവിടെ കാണുവാൻ കഴിയുന്നില്ലേ? ഹല്ലേലൂയ. നമുക്കൊന്ന് വായിക്കാം. 1 തിമോത്തി 3:16. 3:16. ഹല്ലേലൂയ സ്തോത്രം. ജഡത്തിൽ വെളിപ്പെട്ടു, ആത്മാവിൽ നീതീകരിക്കപ്പെട്ടു, ദൂതന്മാർക്ക് പ്രത്യക്ഷനായി, ജാതികളുടെ ഇടയിൽ പ്രസംഗിക്കപ്പെട്ടു, ലോകത്തിൽ വിശ്വസിക്കപ്പെട്ടു, തേജസ്സിൽ എടുക്കപ്പെട്ടു എന്നിങ്ങനെ ദൈവഭക്തിയുടെ മർമ്മം സമ്മതമാം വണ്ണം വലിയതാകുന്നു.
നോക്കണേ, ദൈവഭക്തിയുടെ മർമ്മം വലിയതാണെന്ന് ഹാല്യസ്തോത്രം എന്ന് യേശു ക്രിസ്തുവിനെ കുറിച്ച് അവിടെ തിമോഥെയോസിന്റെ ലേഖനത്തിൽ പറയുന്നു. അതുകൊണ്ടാണ് പത്രോസ് പറയുന്നു 1-2-21 നാം പഠിക്കുന്ന അതേ അധ്യായത്തിൽ 21 വാക്യം പറയുകയാണ്, നിങ്ങളും പരിശുദ്ധനാൽ അഭിഷേകം പ്രാപിച്ച സകലതും അറിയുന്നു. നിങ്ങൾ സത്യം അറിയുന്നതും കൊണ്ടല്ല, അത് അറിയുകയും വ്യാജമൊന്നും സത്യത്തിൽ നിന്ന് വരായികയില്ലയോ ഞാൻ നിങ്ങൾക്ക് എഴുതിയിരിക്കുന്നു. ഈ 1 പത്രോസ് 2:21 ഒന്ന് വായിച്ചു. 1 പത്രോസ് 2:21 അവിടെ പറയുന്നു, ക്രിസ്തു നിങ്ങൾക്ക് വേണ്ടി കഷ്ടം അനുഭവിച്ചു, നിങ്ങൾ അവന്റെ കാൽ ചുവട് പിന്തുടരുവാൻ ഒരു മാതൃക വെച്ചിട്ട് പോയി. സ്വത്രം നോക്കിയേ, ഹാല്യ പത്രോസിന്റെ പ്രസ്താവന പറയുകയാണ്. ഇവിടെ നമ്മൾ പറഞ്ഞു അവൻ ഹാല്യ കൽപ്പിച്ചതുപോലെ നാം നടക്കണമെന്ന് പറയുമ്പോൾ പത്രോസ് പറയാ അവനിൽ വസിക്കുന്നു എന്ന് പറയുന്നവൻ അവൻ നടക്കുന്നത് പോലെ നടക്കേണ്ടതാവുന്നു. എന്നാൽ പത്രോസ് പറയുന്നത് എന്തെന്നാണ് അറിയാം, ക്രിസ്തു നിങ്ങൾക്ക് വേണ്ടി കഷ്ടം അനുഭവിച്ചു, ഹാല്യ അനുഭവിച്ച് നിങ്ങൾ അവന്റെ കാൽച്ചുവടിൽ കാൽച്ചുവടിൽ ആകുവാനാണ് പത്രോസ് നമ്മെ ആഹ്വാനം ചെയ്തത് എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നു. സ്തോത്രം. അതുകൊണ്ട് ഇന്ന് രാത്രി ദൈവമക്കളെ, ദൈവത്തിന്റെ സന്നിധിയിൽ താൻ നടന്നതുപോലെ നടക്കുവാൻ നമ്മെ പ്രാപ്തനാക്കുവാൻ കഴിയുന്ന ആ ഉയർത്തെഴുന്നേൽക്കപ്പെട്ട ആ ക്രിസ്തുവിന്റെ പാദപീഠത്തിലേക്ക് നമുക്ക് ഒന്ന് സമർപ്പിക്കാം. സ്തോത്രം. അതുകൊണ്ട് അടുത്ത വാക്യങ്ങൾ 7-11 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ സ്തോത്രം അവിടെ പറയുക, പ്രിയമുള്ളവരെ പുതിയൊരു കൽപ്പനയല്ല. ആ വാക്യങ്ങളൊന്ന് വായിച്ച് 7-11 വരെയുള്ള വാക്യങ്ങൾ എളുപ്പം പ്രിയമുള്ളവരെ, പുതിയൊരു കൽപ്പനയല്ല, ആദ്യം മുതൽ നിങ്ങൾക്കുള്ള പഴയ കൽപ്പനയത്രേ ഞാൻ നിങ്ങൾക്ക് എഴുതുന്നത്. ആ പഴയ കൽപ്പന നിങ്ങൾ കേട്ട വചനം തന്നെ. പുതിയൊരു കൽപ്പന ഞാൻ നിങ്ങൾക്ക് എഴുതുന്നു എന്ന് പറയാം. അത് അവനിലും നിങ്ങളിലും സത്യമായിരിക്കുന്നു. ഇരുട്ട് നീങ്ങി പോകുന്നു, സത്യവെളിച്ചം ഇതാ പ്രകാശിക്കുന്നു. വെളിച്ചത്തിൽ ഇരിക്കുന്നു എന്ന് പറയുകയും സഹോദരനെ പകയ്ക്കുകയും ചെയ്യുന്നവൻ ഇന്നയോളം ഇരുട്ടിലിരിക്കുന്നു. സഹോദരനെ സ്നേഹിക്കുന്നവൻ വെളിച്ചത്തിൽ വസിക്കുന്നു. ഇടർച്ചയ്ക്ക് അവനിൽ കാരണമില്ല. സഹോദരനെ പകയ്ക്കുന്നവനോ ഇരുട്ടിലിരിക്കുന്നു, ഇരുട്ടിൽ നടക്കുകയും ചെയ്യുന്നു. ഇരുട്ട് അവന്റെ കണ്ണ് കുരുടാക്കിയാൽ എവിടേക്ക് പോകുന്നു എന്ന് അവൻ അറിയുന്നില്ല. ഓക്കെ. ഇവിടെ നമ്മൾ കാണുവാൻ കഴിയുന്നു 2-7-11 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ അവിടെ കാണുന്നത് എന്താണെന്നറിയാമോ? 1 മുതൽ 2-6 വരെയുള്ള വാക്യങ്ങളുടെ ഒരു സമ്മറിയാണ് നമുക്കവിടെ കാണുവാൻ കഴിയുന്നു. എന്താണ് അവിടെ കാണുവാൻ കഴിയുന്നത്? അവിടെ പറയാം, പ്രിയമുള്ളവരെ പുതിയൊരു കൽപ്പനയല്ല, ആദ്യം മുതൽ നിങ്ങൾക്ക് പഴയ കൽപ്പന എത്ര ഞാൻ നിങ്ങൾക്ക് തരുന്നത്. ആ പഴയ കൽപ്പന നിങ്ങൾ കേട്ട വചനം തന്നെ. പുതിയൊരു കൽപ്പന ഞാൻ നിങ്ങൾക്ക് എഴുതുന്നു എന്ന് പറയാം. അത് അവനിലും നിങ്ങളിലും സത്യമായി ഇരിക്കുന്നു. ഇരുട്ട് നീങ്ങിപ്പോകുന്നു, സത്യ വെളിച്ചം പ്രകാശിക്കുന്നു. നോക്കിയേ, എന്താണ് ആദ്യം നമ്മൾ കേട്ടത്? എന്താ? ആദ്യം മുതലുള്ള 1-ാമത്തെ വാക്യം പറയുന്നു, ആദ്യം മുതലുള്ളതും ആ ജീവന്റെ വചനത്തെ പറ്റിയാണ് നമുക്ക് അവിടെ കാണുവാൻ. യേശു ക്രിസ്തുവിന്റെ അദ്ദേഹത്തിന്റെ അല്ലെങ്കിൽ യേശു ക്രിസ്തുവിനെ പറ്റി സ്വതന്ത്രം താൻ കണ്ടതും കേട്ടതുമായ കാര്യങ്ങളെ കുറിച്ച് 1-ാം അധ്യായം 1-ാം വാക്യം പറയുന്നു. ഈ അറിവിലൂടെ 1-ാം അധ്യായം 2 മുതൽ 4 വരെയുള്ള വാക്യം, ഈ അറിവിലൂടെ അവർക്ക് ദൈവത്തെയും ക്രിസ്തുവിനോടുള്ള കൂട്ടായ്മ, അതായത് ദൈവിക സംസർഗത്തെക്കുറിച്ച് ഉള്ള കൂട്ടായ്മയെക്കുറിച്ച് അറിയുന്നു. ദൈവമക്കളുടെ സന്തോഷം പൂർണ്ണമാകുന്നത് എങ്ങനെയാണെന്ന്, ഏകമാർഗം ഇവർ തമ്മിലുള്ള കൂട്ടായ്മയാണെന്ന് അതിൻ്റെ പൂർണ്ണ അളവിൽ നമുക്ക് ലഭിക്കത്തുള്ളൂ എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നു. ഈ സമ്പൂർണത ലഭിക്കണമെങ്കിൽ, സന്തോഷ സമ്പൂർണത നമുക്ക് ലഭിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ദൈവം പൂർണ്ണമായി വെളിച്ചത്തിരിക്കുന്ന പോലെ നാം വെളിച്ചത്തിൽ നടക്കണമെന്നും 1-ാം അധ്യായത്തിൽ നമുക്ക് കാണുവാൻ 6-7 വാക്യങ്ങൾ നമുക്ക് കാണുവാൻ കഴിയുന്നു. ഈ മാർഗത്തിലൂടെ പൂർണ്ണമായി ശുദ്ധീകരണം പ്രാപിച്ച് നമ്മെ തന്നെ ദൈവഹിതം എന്തെന്ന് തിരിച്ചറിയുവാൻ 8 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ ഇപ്രകാരം പാപത്തിൽ നിന്ന് തികച്ചും സ്വതന്ത്രമായൊരു ജീവിതം പ്രാപിക്കുവാൻ നമുക്ക് കഴിയുമെന്നും, എന്നാൽ പാപത്തിൽ വീണുപോയാൽ നാം നിരാശയിലേക്ക് പോകേണ്ട കാര്യമില്ല. മറിച്ച് നമുക്ക് വേണ്ടി സ്വതന്ത്രം ദൈവസന്നിധിയിൽ സദാ പക്ഷപാതം ചെയ്യുന്ന ഒരു യേശു ക്രിസ്തുവിനെ കുറിച്ച്, നീതിമാനായ ക്രിസ്തു എന്ന കാര്യസ്ഥനെ കൂടെ നമ്മുടെ പൂർണ്ണ വിജയത്തിലേക്ക് എത്തിച്ചേരുവാൻ കഴിയുമെന്ന് സ്വതന്ത്രം 2-ാം അധ്യായം 2-ാം വാക്യം പറയുന്നു. ഇപ്രകാരം ദൈവ കൽപ്പനയുടെ അല്ലെങ്കിൽ ദൈവവചനത്തിന്റെ പൂർണ്ണമായ അനുസരണത്തിലൂടെ ദൈവസ്നേഹ സമ്പൂർണതയിലേക്ക് നാം നയിക്കും. ഈ കൽപ്പനയുടെ അനുസരണത്തെക്കുറിച്ചാണ് അപ്പോസ്തലനായ യോഹന്നാൻ സ്വതന്ത്രം
7 മുതൽ 11 വരെയുള്ള അതിൻ്റെ ഉത്തരമാണ്. അതുകൊണ്ട് പ്രിയ സഹോദരന്മാരെ, നിങ്ങൾ അനുസരിക്കേണ്ട ഒരു പുതിയ കൽപ്പന, മറിച്ച് ആരംഭം മുതൽ തന്നെ നിങ്ങൾ സ്വത്രം നമുക്കുണ്ടായിരിക്കുന്ന പഴയ കൽപ്പന തന്നെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ആ കൽപ്പന എന്താണ്? സ്വത്രം അത് നിത്യമായൊരു കൽപ്പനയാണ്. ക്രിസ്തുവിൽ അത് എപ്രകാരം പ്രവർത്തിക്കുന്നുവോ അപ്രകാരം അവിടുത്തെ ശിഷ്യന്മാരായ നമ്മളിലും പ്രവർത്തിക്കുന്നു എന്ന് നമുക്ക് കാണുവാൻ കഴിയും. അന്യോന്യം സ്നേഹിക്കുവാനുള്ള ആ കൽപ്പന താൻ എടുത്തു പറയുകയാണ്. അതുകൊണ്ട് പറയുന്നു, പ്രിയമുള്ളവരെ, എന്താണ് വെളിച്ചത്തിൽ ഇരിക്കുന്നു എന്ന് പറയുകയും സഹോദരനെ വെറുക്കുകയും ചെയ്യുന്നവൻ ഇരുട്ടിൽ ഇരിക്കുന്നു, സഹോദരനെ സ്നേഹിക്കുന്നവൻ വെളിച്ചത്തിൽ വസിക്കുന്നു, ഇടർച്ചയ്ക്ക് അവനിൽ കാരണമില്ല. ക്രിസ്തുവിന്റെ പ്രകാശത്തിൽ നടക്കുന്നു എന്ന് പറയുന്നവൻ സഹോദരനെ പകയ്ക്കരുത് എന്ന് സ്വത്രം പറയുന്നുണ്ട്. എന്നാൽ തന്റെ സഹോദരനെ സ്നേഹിക്കുന്നവൻ പ്രകാശത്തിൽ നടക്കുന്നു, ഇരുട്ടിലും പാപത്തിലും വീണു പോകാതെ വഴി തിരിച്ചറിഞ്ഞ് നടക്കുവാൻ അവനക്ക് കഴിയുന്നു എന്ന് 10-ാമത്തെ വാക്യം പറയുന്നു. 11-ാമത്തെ വാക്യം പറയുന്നു, എന്നാൽ സഹോദരനെ വെറുക്കുന്ന ഒരുവൻ ആത്മീകമായി ഇരുട്ടിൽ നടക്കുന്നു എന്നാ പറയുന്നത്. നമ്മളെ ഈ കാലഘട്ടത്തിൽ നമുക്കറിയാം ദൈവമക്കളെ, നമ്മൾ എത്രത്തോളം പ്രാഗൽഭ്യത്തോടെ നാം ജീവിക്കണം. സഹോദരന്മാരുമായിട്ടുള്ളൊരു ബന്ധം, സ്വതം കൂട്ടായ്മയിലുള്ള ബന്ധം നാം എങ്ങനെയായിരിക്കണം? ഇതൊരു പുതിയ കൽപ്പനയല്ല. ആവർത്തന പുസ്തകം 6-ാം അധ്യായം 5-ാമത്തെ ആ പഴയ കൽപ്പന തന്നെ സ്വത്രം താന് ഇവിടെ പറയുകയാണ്. ആവർത്തന പുസ്തകം 6-ന്റെ 5 നമുക്കൊന്ന് വായിക്കാം. സ്വത്രം 6-ന്റെ 5, ആവർത്തന പുസ്തകം 6-ന്റെ 5. മത്തായി 22-ന്റെ 34 മുതലുള്ള വാക്യങ്ങള്. സ്വത്രം നിന്റെ ദൈവമായ യഹോവയെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കണം. നോക്കിക്കോണേ, യേശുക്രിസ്തു ഈ ലോകത്തിലായിരുന്ന സമയത്ത് താൻ ആചരിച്ചു വന്നൊരു കാര്യം തന്നെയാണ് ഇവിടെയും പറയുന്നത്. 2 നോക്കിയേ, മത്തായി 22-ാം അധ്യായം 34-ാമത്തെ വാക്യം മുതൽ ഇങ്ങോട്ട് വായിക്കുമ്പോൾ, സദൂക്യരെ അവർ മിണ്ടാതാക്കി എന്ന് കണ്ടിട്ട് പരീശന്മാർ ഒന്നിച്ചുകൂടി. അവരിൽ ഒരു ന്യായപ്രമാണ പണ്ഡിതൻ അവനെ പരീക്ഷിച്ചു. നോക്കിക്കോണേ, ഈ പരീക്ഷയെല്ലാം നമ്മുടെയും ജീവിതത്തിൽ കടന്നു വരുന്നതാ. അവിടെ പറയുന്നു, ഗുരു, ന്യായപ്രമാണത്തിൽ ഏത് കൽപ്പനയാണ് ഏറ്റവും വലുത്? യേശു അവനോട്, നിന്റെ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും കൂടെ സ്നേഹിക്കണം. ഇതാകുന്നു വലിയതും ഒന്നാമത്തതുമായ കൽപ്പന. രണ്ടാമത്തത് അതിന് സമം കൂട്ടുകാരനെ നിന്നെ പോലെ സ്നേഹിക്കണം. ഈ 2 കൽപ്പനകൾ സകല ന്യായപ്രമാണങ്ങളും പ്രവാചകന്മാരും അടങ്ങിയിരിക്കുന്നു. നോക്കിയേ, 2 കാര്യങ്ങൾ കർത്താവ് പറയുകയാണ്. സ്വത്രം 2 കാര്യങ്ങൾ കർത്താവ് ഇവിടെ പറയുകയാണ്. എന്താ? സ്വത്രം ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും സ്നേഹിക്കണം. വലിയതും ഒന്നാമത്തതായ കൽപ്പന ഇതാണ്. രണ്ടാമത്, കൂട്ടുകാരൻ നിന്നെ പോലെ സ്നേഹിക്കണം. ദൈവമക്കളെ, ഈ കൽപ്പന അനുസരിച്ച് നാം നമ്മെ തന്നെ സ്നേഹിക്കുകയും പിന്നീട് നമ്മെ പോലെ തന്നെ കൂട്ടുകാരനെ സ്നേഹിക്കുകയും ചെയ്യണമെന്ന ദൈവത്തിന്റെ വചനം പറയുന്നു. യേശു നൽകിയ ഒരു പുതിയ കൽപ്പന സ്വത്രം അനുസരിക്കുമ്പോഴാകട്ടെ നാം നമുക്ക് ലഭിച്ചിരിക്കുന്ന കൽപ്പന അനുസരിച്ച് നോക്കി, ആവർത്തന പുസ്തകത്തിൽ എന്താണോ പറഞ്ഞത് അത് കർത്താവ് അനുസരിച്ചതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നു. കർത്താവ് തന്നെ അത് പറയുന്നുണ്ട്. ഈ സ്വത്രം 2 കാര്യങ്ങളും സ്വത്രം നമ്മോട് വിളിച്ചു പറയുന്നത്, ദൈവമക്കളെ, നമുക്ക് സ്വത്രം മറ്റുള്ളവരെ ശ്രേഷ്ഠരെന്നെണ്ണുവാനുള്ള ഒരു കൃപ നമുക്ക് വേണം. സഹോദരനെ വെറുക്കുന്നവനോ അവൻ ഇരുട്ടിൽ നടക്കുന്നു, ഇരുട്ടിൽ നടക്കുകയും ചെയ്യുന്നു. ഇരുട്ട് അവന്റെ കണ്ണുകളെ അന്ധമാക്കിയാൽ എവിടെ പോകുന്നു എന്ന് അവൻ അറിയുന്നില്ല. അവന് വഴി അറിയാത്തൊരു അനുഭവമാണ്. ഇന്ന് രാത്രി കുഞ്ഞുങ്ങളെ, അവന്റെ നാമനിമിത്തം നിങ്ങൾക്ക് പാപങ്ങൾ മോചിച്ചിരിക്കാൻ ഞാൻ നിങ്ങൾക്ക് എഴുതുന്നു. പിതാക്കന്മാരെ ആദ്യം മുതൽ ഉള്ളവനെ നിങ്ങൾ അറിഞ്ഞിരിക്കാൻ ഞാൻ നിങ്ങൾക്ക് എഴുതുന്നു. യുവാക്കന്മാരെ എല്ലാവരോടും കൂടി ആഹ്വാനം ചെയ്യുകയാണ്. ഇത് നിങ്ങൾക്ക് എഴുതുന്നത് ആദ്യം മുതലുള്ളവനെ ഞാൻ അറിഞ്ഞിരിക്കാൻ ഞാൻ നിങ്ങൾക്ക് എഴുതിയിരിക്കുന്നു. യുവാക്കന്മാരെ, നിങ്ങൾ ശക്തരായാലും ദൈവവചനം നിങ്ങൾ വസിക്കിയാലും നിങ്ങൾ ദുഷ്ടനെ ജയിച്ചിരിക്കിയാലും ഞാൻ നിങ്ങൾക്ക് എഴുതിയിരിക്കുന്നു. ഇന്ന് രാത്രിയിൽ ദൈവമക്കളെ, സ്വത്രം ഇതിന് ഏറ്റവും വലിയ ഉദാഹരണം ആരാന്നറിയാമോ? ദാവീദ്. സ്വത്രം നോക്കി, സ്വത്രം ദാവീദ് സ്വത്രം പഴയ നിയമകാലത്ത് ശൗല് ഒരുപാട് പ്രാവശ്യം ദാവീദിനെ ആക്രമിച്ചിട്ടുണ്ട്. ഒരുപാട് കാര്യം തനിക്കെതിരായിട്ട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്.
പക്ഷേ തൻ്റെ അഭിഷിക്തൻ എന്ന നിലയിൽ ദാവീദ് പറയുകയാണ്, എൻ്റെ അഭിഷിക്തനെ തൊടുവാൻ എനിക്ക് കഴിയാതെ വണ്ണം കർത്താവിനെ സൂക്ഷിച്ചു എന്ന് പറയുവാൻ കഴിയുമ്പോൾ ദാവീദ് എത്രമാത്രം ദൈവത്തിൻ്റെ സന്നിധിയിൽ സ്വത്രം പ്രാഗൽഭ്യത്തോടെ നിന്നു എന്ന് നമുക്ക് ഇന്ന് രാത്രിയിൽ സ്വത്രം. അതുകൊണ്ടാണ് അപ്പോസ്തല പ്രവൃത്തി 13-ാം അധ്യായം അതിൻ്റെ 32-ാമത്തെ വാക്യം, ഈശായുടെ മകനായ ദാവീദിനെ എനിക്ക് ബോധിച്ച പുരുഷനായി കണ്ടു. നോക്കിയേ, തനിക്ക് തന്നെ ആക്രമിച്ച, തന്നെ ഇല്ലാതാക്കുവാൻ നോക്കിയ ഒരു മനുഷ്യനെ നോക്കിയേ. നമ്മുടെ ഈ ജീവിതത്തിൽ ഇതൊക്കെ സംഭവിക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾ നോക്കണം, നിന്നെയും എന്നെയും ഇല്ലാതാക്കുവാൻ നോക്കുന്ന മനുഷ്യനെ സ്വത്രം പലപ്പോഴും സ്വത്രം എന്താണ്, ദാവീദിന് അവസരം കിട്ടിയിട്ടും അവന്റെ വസ്ത്രത്തിന്റെ ആഗ്രഹം ഖണ്ഡിച്ചതല്ലാതെ തൻ്റെ അഭിഷിക്തനെ തൊടുവാൻ തനിക്ക് കഴിഞ്ഞില്ല. കാരണം അവന് സ്വത്രം. അതുകൊണ്ട് ആ ദാവീദിനെ എനിക്ക് ബോധിച്ച പ്രകാരമുള്ള ഒരു പുരുഷനായി കാണുവാൻ ഇടയായത്. ദൈവമക്കളെ, നമ്മൾ ഓരോരുത്തരും ഇങ്ങനെയുള്ളൊരു സാക്ഷ്യം പ്രാപിക്കുന്ന ഒരു ദൈവ പൈതലായി തീരുവാൻ ഇടയാകണം. നമുക്കെതിരായിട്ട് പലരും പറയുന്നുണ്ടായിരിക്കാം, നമുക്കെതിരായിട്ട് പലരും ചെയ്യുന്നുണ്ടായിരിക്കാം, നമ്മുടെ ജീവിതത്തിൽ സ്വത്രം നമ്മെ കഷ്ടപ്പെടുത്തുന്നുണ്ടായിരിക്കാം. എന്നാൽ ഇന്ന് രാത്രിയിൽ ഒരു സമർപ്പണത്തോടെ ദൈവസനയെ നീ സ്വത്രം ഒരു സാക്ഷ്യത്തോടെ നിർമ്മലയോടെ നീ നിൽക്കുന്നുവെങ്കിൽ സ്വത്രം സ്വത്രം അവനെ നോക്കിക്കൊണ്ടാണ് ദൈവം പറയുന്നു അവൻ ഭാഗ്യവാൻ എന്ന് പറയുന്നത്. ഇന്ന് രാത്രി ദൈവമക്കളെ, അതുകൊണ്ട് നമ്മളെ തന്നെ നമുക്ക് സമർപ്പിക്കാം. കർത്താവിന്റെ വരവ് താമസിക്കുന്നെങ്കിൽ വീണ്ടും കർത്താവിന്റെ സ്വത്രം സന്നിധിയിൽ ലോകത്തെ സ്നേഹിക്കരുത്. അടുത്ത വാക്യങ്ങൾ ലോകത്തെ സ്നേഹിക്കരുത് എന്നുള്ള ലോകസ്നേഹത്തെ കുറിച്ചാണ് താൻ പറയുന്നത്. ആദ്യമേ സഹോദരന്മാരുടെ കാര്യങ്ങൾ പറഞ്ഞിട്ട് ഇനി അടുത്തത് ലോകത്തെ സ്നേഹിക്കരുത് എന്നാണ് പറയുന്നത്. അതുകൊണ്ട് ഇന്ന് രാത്രിയിൽ നമ്മെ തന്നെ നമുക്ക് ദൈവസന്നിധി സമർപ്പിക്കാം. എനിക്ക് തോന്നുന്നു എൻ്റെ ബാറ്ററി ഓൾമോസ്റ്റ് തീരും. സദരം കർത്താവിൻ്റെ സദരം സന്നിധി നമ്മെ തന്നെ സമർപ്പിച്ചുകൊണ്ട് നമ്മായിരിക്കാം. കർത്താവ് വചനങ്ങളാൽ നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമ്മുടെ ഓരോ ദൈവവചന പഠനവും അത് ദൈവഹിത പ്രകാരം കർത്താവിൻ്റെ കൽപ്പന അനുസരിച്ച് നടക്കുന്നുവെങ്കിൽ സുതരം അവനെയാണ് യഥാർത്ഥ ക്രിസ്ത്യാനി എന്ന് പറയുന്നത്. ക്രിസ്തുവിനെ ഫോളോ ചെയ്യുന്നുവെന്ന് പറയുന്നത്. അല്ലാത്തവൻ കള്ളനാണെന്ന് സ്വത്രം യോഹന്നാൻ വിളിച്ചു പറയുകയാണ്. ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ഈ വചനങ്ങളാൽ. ഹല്ലേലൂയ. വളരെ അനുഗ്രഹമായി ദൈവവചനം തീരുവാൻ ദൈവം നമ്മളെ സഹായിച്ചുവല്ലോ. ഹല്ലേലൂയ. പ്രാക്ടിക്കൽ ക്രിസ്ത്യൻ ലൈഫിനെ കുറിച്ച് നമ്മളെ ദൈവദാസനിലൂടെ ഓർപ്പിച്ചുവല്ലോ. ഹല്ലേലൂയ. പാപ സ്വഭാവത്തെ നമ്മൾ മരിപ്പിക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച്, കൂട്ടായ്മ ബന്ധത്തെക്കുറിച്ച്, പാപത്തിൽ നിന്നുള്ള പൂർണ്ണ സ്വാതന്ത്ര്യത്തെക്കുറിച്ചൊക്കെയും കേൾക്കുവാനിടയായി. ഹല്ലേലൂയ. ഹൃദയത്തിൽ നിന്ന് വരുന്നതാണ് നമ്മളെ അശുദ്ധമാക്കുന്നത്, നമ്മൾ പുറമേ നിന്നുള്ളതല്ലെന്ന് കേൾക്കുവാനിടയായി. ഹല്ലേലൂയ. യോഹന്നാൻ ഈ ലേഖനം എഴുതിയത് നമ്മുടെ സന്തോഷം പൂർണ്ണമാകുവാൻ, നമ്മളുടെ പാപം ചെയ്യാതിരി